UDFിൻ്റെ നേതാക്കന്മാർക്കെതിരെ ഓരോരോ കേസുകൾ ചമച്ചുണ്ടാക്കി അവരെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ പേരുദോഷം വരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അടവ് തന്ത്രമാണ്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതായത് അവരുടെ കളവുകളും അവരുടെ കെടുകാര്യസ്ഥതയും മറച്ചു വയ്ക്കുവാൻ വേണ്ടി UDF നേതാക്കന്മാരെ കരുവാക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ട വസ്തുത. മൂന്നാമതും ഭരണം പിടിക്കുവാൻ വേണ്ടി അവർ കയ്യിൽ യാതൊരു മുതൽ മുടക്കുമില്ലാതെ അവർ വലിയുന്ന സാഹചര്യത്തിൽ ഒന്നും ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ മാർഗമില്ലാത്ത സാഹചര്യത്തിലാണ് അവർ UDF നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് യുവാക്കളുടെ പേരിൽ കള്ളക്കേസുകളെടുത്ത് പെണ്ണുകേസുകളെടുത്ത് അവരെ നാറ്റിക്കുകയും അങ്ങനെ സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റുമോ എന്ന നിലയിലാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ 2-3 കേസുകൾ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ 2-3 കേസുകൾ നേരത്തെ അവർ ഇതുപോലെ പെണ്ണുകേസുകൾ എടുത്തിരുന്നു. ഇനി മൂന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലും പെണ്ണുകേസ് എടുത്തിരിക്കുകയാണ്. ഇതൊന്നും വിലപ്പോകുകയില്ല എന്ന് പൊതുജനങ്ങൾക്ക് എന്തായാലും നന്നായി ബോധ്യപ്പെട്ടു. 90-നും വില വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വീടിൻ്റെ കരം, വാഹനത്തിൻ്റെ കരം, ഇതെല്ലാം വർദ്ധിപ്പിച്ചു. വാഹന നികുതി, റോഡുകളും അതുപോലെ തന്നെ വഴികളും പാതകളുമെല്ലാം തകർന്ന് തരിപ്പണമായി. ഇത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത നിലയിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും ക്ലാസ് പടം പോലെ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഇറക്കി, സ്ത്രീകളെ ഇറക്കി കളവുകൾ പ്രചരിപ്പിച്ച് ഭരണം പിടിക്കാൻ പറ്റുമോ എന്നതാണ് ഇവർ അവസാനം എടുത്തിരിക്കുന്ന അടവ് തന്ത്രം.